Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Allahumma salli ala rasulika wa habibika sayyidina Muhammadin wa ala alihi wa ashabi sayyidina Muhammad. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Fa'udzu billahi minasy syaithanir rajim. Bismillahir rahmanir rahim. Wal 'asri innal insana lafi khusr. Illa alladhina amanu wa 'amilus solihati wa tawasaw bil haqqi wa tawasaw bis sabr. വേദിയിൽ ഉപവിഷ്ടരായ മഹല്ല് പ്രസിഡന്റ്, മഹല്ല് ജനറൽ സെക്രട്ടറി, ട്രഷറർ ഉൾപ്പെടെയുള്ള ഉമറാക്കളെ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിവിധ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നിഷ്കാമകർമ്മികളായ പ്രവർത്തകന്മാരെ, നേതാക്കളെ, സഹോദര സഹോദരിമാരെ, ന്യൂ എവർഗ്രീൻ ക്ലബിൻ്റെ തേജസ്സുള്ള പ്രവർത്തകന്മാരെ, വിശാലമായ ഒരു വേദി, 1.5 പതിറ്റാണ്ടോളം ആയി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചാരിറ്റി സംഘടന എന്ന ലേബലിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ഈ ഹൃദയങ്ങൾ കൈമാറുന്ന സദസ്സിൽ എല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൂഫി കവാലി നടക്കാനുള്ളത് കൊണ്ട് തന്നെ കുറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വിടവാങ്ങും. പാണക്കാടിൻ്റെ സുഹൃതമായിരുന്ന കൊച്ചു കേരളത്തിലെയും ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിശ്വാസികൾ സാഗൂതം പ്രതീക്ഷയോടെ കണ്ണും കാതും കുർപ്പിച്ച് നിന്നിരുന്ന മഹാനരായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലാണ് നമ്മൾ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ന്യൂ എവർഗ്രീൻ എന്ന് പറയുന്ന ക്ലബ്ബ് നിലകൊള്ളുന്നത്. എങ്ങനെയാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറിയത് എന്നതിൻ്റെ ഹ്രസ്വമായ രത്ന ചുരുക്കമാണ് ഉദ്ഘാടന പ്രസംഗത്തിലൂടെ ആ പൈതൃകത്തിൽ നിന്ന് തന്നെ പിറവി കൊണ്ട ഒരു സയ്യിദിന്റെ വാക്കിലൂടെ നമ്മൾ ഗ്രഹിച്ചത്. ശിഹാബ് തങ്ങളെപ്പോലെയുള്ള ആളുകളുടെ ജീവിതം മുടി നാരിയെ കീറി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു വസ്തുത, ഒരുപാട് പ്രസംഗങ്ങളല്ല, മറിച്ച് 1000 പ്രസംഗങ്ങൾക്ക് ഒരു പ്രവർത്തനം മതിയാകും എന്നുള്ള വലിയ ഒരു തത്വമായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ജീവിതം. റാജി അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ പോലെ വലിയ വായ കീറിയിട്ടുള്ള പ്രസംഗം ശിഹാബ് തങ്ങളുടേതെന്നല്ല, ആ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടിരുന്നില്ല. മറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനാണ് അവർ അവരുടെ
കാതു തുറന്നു വെച്ചത് എന്നതാണ് പാണക്കാട് എന്ന് പറയുന്ന ഒരു പൈതൃക സമൂഹത്തിന്റെ സംസ്കാരത്തെ പേറുന്ന നഗരത്തിന് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങന്മാർ നൽകിയ വലിയ ഒരു ഉദാത്തമായ മാതൃക. ആളുകൾ അവിടെ പോയിരുന്നു, അവര് പറയുന്നത് തങ്ങന്മാർ കേട്ടിരുന്നു. കാരണം ഇന്ന് ലോകം നമ്മോട് ആവശ്യപ്പെടുന്നതും അതാണ്. എല്ലാവരും വിഷമവൃത്തത്തിലാകുമ്പോൾ ആ വിഷമവൃത്തങ്ങളെ അവതരിപ്പിക്കുന്നത് കേൾക്കാനുള്ള ക്ഷമയാണ് ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന് ആ സയ്യിദന്മാർ നമുക്ക് വരച്ചു കാണിച്ചത്. ഇന്നും അത് അവരുടെ തറവാട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പറയലല്ല, മറിച്ച് വരുന്ന ആളുകളുടെ സങ്കടങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണവർ. നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാവ് നൽകിയപ്പോൾ 2 ചെവികളാണ് നൽകിയത്. കൂടുതൽ കേൾക്കുകയും കുറച്ചു മാത്രം സംസാരിക്കുകയും ചെയ്യാൻ വേണ്ടിയാണത്. പക്ഷേ ഇന്ന് എല്ലാ കാര്യങ്ങളും പ്രകടന പരതയ്ക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ വൈറലാകുന്നതിന് വേണ്ടിയും നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ അധിവസിക്കുന്ന ഭൗമോപരിതലത്തിന്റെ അപ്പുറത്തേക്ക് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പോലും തങ്ങൾക്ക് പ്രമോഷൻ കിട്ടണം, തങ്ങളുടെ സർക്കുലേഷൻ കൂടണം, റീച്ച് വർദ്ധിക്കണമെന്ന ആഗ്രഹവുമായി പ്രവർത്തിക്കുന്ന ചാരിറ്റി പ്രവർത്തകന്മാരെയും സെൽഫ്ലെസ് സർവീസുകളെയുമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പരിശുദ്ധമായ ഖുർആൻ തന്നെ നമുക്ക് വ്യക്തമായ വഴി കാണിച്ചു തരികയാണ്. നിങ്ങൾ ആരാകണം, ഒരു മനുഷ്യൻ ആരായി തീരണം എന്നത് ഖുർആൻ നമുക്ക് വരച്ചു കാണിച്ചു തരികയാണ്. വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ അവന്റെ സ്വത്വബോധത്തെ ഉയർത്തി കാണിക്കുന്ന രൂപത്തിൽ തന്നെ ഖുർആൻ പറഞ്ഞു. ആരാണ് വിശ്വാസി? കുന്തും ഖൈറ ഉമ്മ. വിശ്വാസികളായ മുഅ്മിനീങ്ങളോടാണ് അല്ലാഹു ഖിതാബിടുന്നത്, സംസാരിക്കുന്നത്. നിങ്ങൾ ഏറ്റവും ഉത്തമമായ സമൂഹമാണ്. എന്തിനാണ് നിങ്ങളെ പടച്ചത് എന്നറിയോ? ഉഖ്രിജത് ലിന്നാസ്, മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇതിന് വ്യത്യസ്തമായ തഫ്സീറുകൾ കാണാം. അതായത് മറ്റുള്ള ആളുകളുടെ പ്രയാസങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ പടച്ചത് എന്ന് പറയാണ് ഖുർആൻ. നമ്മൾ നമ്മളെ കുറിച്ച് അറിഞ്ഞാൽ പോരാ. ഏതൊരു പ്രവർത്തനവും സെൽഫ്ലെസ് ആയിരിക്കണം, നിസ്വാർത്ഥമായിരിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. അതിനു വേണ്ടിയാണ് പ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഈ ഭൂമിയിലേക്ക് വന്നത്. സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു ചാരിറ്റി. അതാണ് എന്റെ ജീവിതത്തിന്റെ സന്ദേശം എന്നവർ അവിടുന്ന് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പടച്ച റബ്ബ് നമ്മോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നു, നിങ്ങളും ഇത് മറ്റുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കുക. അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. ഖുർആൻ, നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഞങ്ങൾ ചെയ്തു തന്നു, നാം ചെയ്തു തന്നു, നിങ്ങളും ഇത് മറ്റുള്ളവരിലേക്ക് പടരട്ടെ. നിങ്ങളിൽ എന്തെങ്കിലും ഒരു കായികമായോ സാമ്പത്തികമായോ ഏതെങ്കിലും നിലയിലുള്ള ഒരു ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ക്വാളിറ്റി നിങ്ങളിൽ ഉണ്ട് എങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് കൂടി സ്പ്രെഡ് ചെയ്യപ്പെടണം എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. സ്വന്തത്തിനു വേണ്ടിയാകരുത് ജീവിതം. എവിടെയെങ്കിലും ഒരു വിശ്വാസി പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ആ വിശ്വാസിയുടെ പ്രയാസത്തിൽ നമ്മുടെ മനസ്സ് വേദനിച്ചില്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ വിശ്വാസി വൃത്തത്തിന്റെ അതിർവരമ്പുകൾക്കുള്ളിൽ അവനെ ഉൾപ്പെടുത്താൻ പാടുള്ളതല്ല. ഈ കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധമാണ് ഈ പ്രസക്തമാണ് ഈ ഹദീസിന്റെ ഭാഗങ്ങൾ. ഞാനും എന്റെ കെട്ടിയോളും എന്റെ കുട്ടിയോളും പിന്നെ നമ്മുടെ തട്ടാത്തിയും എന്ന് പറയുന്ന പല്ലവിയിലേക്ക്
ഒരു മതിൽക്കെട്ടിന്റെ ഉള്ളിലേക്ക് ജീവിതം മാറുമ്പോൾ, നമ്മൾ സ്വാർത്ഥന്മാരായി തീരുമ്പോൾ, ജീവിതത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരേണ്ട ആശയസമ്പുഷ്ടമായ കാലാതിവർത്തിതമായ ആശയപ്രപഞ്ചങ്ങളാണ് പ്രവാചകന്റെ ഈ ഹദീസുകൾ വിളിച്ചോതുന്ന മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എവർഗ്രീൻ എന്ന് പറയുന്ന ഈ ചാരിറ്റി സംഘടന ഞാൻ അറിഞ്ഞിടത്തോളം പ്രവർത്തിച്ചിട്ടുള്ളതും ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. കുടിവെള്ള ക്ഷാമം ശക്തമായി ഈ നാട്ടിൽ രൂപം കൊണ്ടപ്പോൾ ശക്തമായി രംഗത്തുണ്ടായിരുന്നവരായിരുന്നു ഈ ക്ലബിന്റെ പ്രവർത്തകന്മാർ എന്ന് അറിയാൻ സാധിച്ചു. പ്രവാചകന്റെ ജീവിതം എടുത്തു നോക്ക്. ഒരു സ്വഹാബി ഒന്ന് ചോദിക്കുന്നുണ്ട് ഒരിക്കൽ, നബിയെ, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, എനിക്ക് ഉമ്മാക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, ആ ഉമ്മാക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നീ ഉമ്മാക്ക് വേണ്ടി ഒരു കിണർ കുഴിച്ചു കൊടുക്കണം, എന്നിട്ട് ജനങ്ങൾ വന്നിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്തു കുടിക്കട്ടെ, ആ പ്രതിഫലം നിന്റെ ഉമ്മയിലേക്ക് ഹദിയ ചെയ്യണമെന്ന് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, അള്ളാഹുവിന്റെ റസൂൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച ഈ ആശയ സമ്പുഷ്ടമായ ഹദീസ് ഇന്നും വളരെ പ്രസക്തമാണ്. ഇന്നും ആ വെള്ളം കൊടുക്കുന്നതിന് മഹത്വമുണ്ട്, അതിനേക്കാൾ പ്രതിഫലമുള്ള എത്രയോ കാര്യങ്ങളുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അവിടെ കിണർ കുഴിച്ച് വെള്ളം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു? ആ നാട്ടിൽ നിന്ന് വെള്ളത്തിന് ക്ഷാമമുണ്ടായിരുന്നു. ആ ഒരു വെള്ളത്തിന് ക്ഷാമമുള്ളതായ അവസരത്തിലാണ് പ്രവാചകൻ അത് പറഞ്ഞത് എന്നുള്ളതിന്റെ ആ ഒരു കോണ്ടസ്റ്റ് എന്താണ്? അങ്ങനെ സാഹചര്യം നോക്കിയിട്ട് വേണം നമ്മൾ ചാരിറ്റി പ്രവർത്തനം നടത്താൻ. എന്തിനാണോ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അത് കൊടുക്കണം എന്നുള്ള വലിയ പാഠമാണ് ഇവിടെ പ്രവാചകൻ ജനങ്ങൾക്ക് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ ആവശ്യം കണ്ടറിയുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത എന്ന് ഇസ്ലാം വരച്ചു കാണിക്കുകയാണ്. എന്താണോ വേണ്ടത്, ബ്ലഡ് ആവശ്യമാകുമ്പോൾ ബ്ലഡ് കൊടുക്കേണ്ടി വരും. നമ്മുടെ ശരീരത്തിൽ തന്നെ എത്രയോ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം, 70 ലിറ്റർ ബ്ലഡ് ഓരോ മണിക്കൂറിലും ഹൃദയം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലേ? ഒരു മണിക്കൂർ ഏകദേശമായിട്ടുണ്ടാവും. എന്തായാലും ഈ ഒരു മണിക്കൂറിന്റെ ഇടയിൽ ഓരോ മിനിറ്റിൽ നോർമലായി ഒരു മനുഷ്യന്റെ 2 നയനങ്ങളും സ്പന്ദിക്കുന്നത് 13 തവണയാണ്. എത്ര വട്ടം സ്പന്ദിച്ചിരിക്കും? ഇമകൾ വെട്ടി തുറന്നിരിക്കും നമ്മുടെ കണ്ണുകൾ. ആ കണ്ണുകളുടെ ഇമകൾ വെട്ടി തുറക്കാതിരുന്നാൽ, സ്റ്റില്ലായി നമ്മുടെ കണ്ണുകൾ നിന്നാൽ, ഇന്ത്യയിലെ പ്രസിദ്ധനായ ഡോക്ടർ മോഡി എന്ന് പറയുന്ന കണ്ണുരോഗ വിദഗ്ധൻ അദ്ദേഹം പറയുന്നുണ്ട്, 2 തുള്ളി ചോരയാണ് നമ്മുടെ കണ്ണെന്ന്. അത് സ്റ്റില്ലായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇമ വെട്ടാതിരുന്നാൽ, സ്റ്റില്ലായി കുറച്ചു സമയം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല, ബ്ലഡ് കോട്ടായി പോകും. നമ്മൾ പോലും അറിയാതെ ഇത്ര സമയമായി ഇത് ചിമ്മി തുറക്കാനുള്ള കഴിവ് നമുക്ക് തന്നതാരാണ്? ഓരോ നിമിഷവും ഓരോ മിനിറ്റിലും മില്യൺ കണക്കിന് തവണയാണ് പുതിയ പുതിയ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പഴയ കോശങ്ങൾക്ക് ഡെഡ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഇതൊക്കെ ഞാനാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നു, അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, ഞാൻ ചെയ്തു തന്നതുപോലെ നിങ്ങളും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കൂ എന്ന്. നിങ്ങൾ പരിശുദ്ധമായ ഖുർആനിലേക്ക് തന്നെ മടങ്ങി നോക്കൂ. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ 99 പേരുകളിൽ നിന്ന് ഏറ്റവും അർത്ഥസമ്പുഷ്ടമായ 2 പേരുകളാണ് റഹ്മാൻ അർ-റഹീം എന്നുള്ള പേരുകൾ. വിളിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇജാബത്ത് ഉറപ്പാണെന്ന് പറയപ്പെടുന്ന 2 നാമങ്ങൾ അർ-റഹ്മാൻ അർ-റഹീം. ഇതിന്റെ അർത്ഥം നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും റഹ്മത്ത് ചെയ്യുന്ന അല്ലാഹു. അത് ജാതി, മത, രാഷ്ട്രീയ, സാമൂഹ്യ വൈജാത്യങ്ങൾക്കതീതമായി ഈ ലോകത്തെല്ലാവർക്കും അല്ലാഹു ഗുണം ചെയ്യുന്നു എന്നതാണ് റഹ്മാൻ എന്നതിന്റെ അർത്ഥം. റഹീം എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലാഹുവിന് വഴിപ്പെട്ട ആളുകൾക്ക് മാത്രം മറ്റൊരു ലോകത്തേക്ക് എത്തുമ്പോൾ അവിടെ ഗുണം ചെയ്യുന്ന അല്ലാഹു എന്നാണ്.
ഏതായാലും ഈ രണ്ട് പേരുകൾ പറയാതെ സത്യാസത്യ വിവേചന ഗ്രന്ഥമെന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു സൂറത്തും തുടങ്ങുന്നില്ല. റഹ്മാൻ, അള്ളാഹു കാരുണ്യമുള്ളവനാണ്, അള്ളാഹു ദേഷ്യപ്പെടുന്നവനാണ്, അള്ളാഹു കിബിറ് കാണിക്കുന്നവനാണ്, അള്ളാഹു ഖഹാറാണ്, അള്ളാഹു വഹാബാണ്, റസാഖാണ്, എത്രയോ പേരുണ്ട്. പക്ഷേ ഖുർആനിന്റെ എല്ലാ സൂക്തങ്ങളിലും കരുണ ചെയ്യുന്ന അള്ളാഹു എന്നർത്ഥം വരുന്ന റഹ്മാനും റഹീമും ഇല്ലാത്ത ഒരു സൂറത്തുമില്ല. 114 സൂറത്തുകളിൽ ബിസ്മി ഇല്ലാത്ത ഒരേ ഒരു സൂറത്തേ ഉള്ളൂ, ബറാഅത്ത് സൂറത്ത് അല്ലേ? എന്നാൽ ആ ബറാഅത്ത് സൂറത്തിൽ ബിസ്മി ഒഴിവാക്കിയതിന് മറ്റൊരു സൂറത്താകുന്ന സൂറത്തുൻ നംലിൽ അള്ളാഹു 2 തവണയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പ്രയോഗം കൊണ്ടുവരുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യവും അത് തന്നെയാണ്. ജനങ്ങൾക്ക് ഗുണം ചെയ്യുക, ജനങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വിശ്വാസിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? അള്ളാഹു നല്ല മനസ്സ് തരിക, നല്ല സ്വഭാവം തരിക എന്നുള്ളതാണ്. ഖുർആനിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ ഉള്ളറകളിലേക്ക് പ്രവേശിച്ചാൽ നോവും നമ്മുടെ മനസ്സ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബ് ലം ഫല്ലൂ മിൻ ഹൗലിക്. നബിയെ, നിങ്ങൾ മദീനത്തെ പള്ളിയിൽ വന്ന് ക്ലാസ് എടുക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുമ്പോഴും എല്ലാം എന്തേ ആളുകൾ നിങ്ങളുടെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോകാത്തത്? അത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന റഹ്മത്താണ് നബിയേ, അത് എന്റെ കാരുണ്യമാണ്. വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബ്, നിങ്ങളുടെ ഹൃദയം എങ്ങാനും കാഠിന്യമുള്ള ഹൃദയമായിരുന്നുവെങ്കിൽ ലം ഫല്ലൂ മിൻ ഹൗലിക, നിങ്ങളുടെ ചുറ്റുഭാഗത്ത് ഇരിക്കാതെ ഇവർ എഴുന്നേറ്റ് പോകുമായിരുന്നു. അപ്പൊ നല്ലൊരു സ്വഭാവം നിങ്ങൾക്ക് രൂപപ്പെടുത്തി എടുക്കാൻ സാധിച്ചല്ലോ. അതുകൊണ്ടാണല്ലോ ജനങ്ങളെ വശീകരിക്കാൻ നബിയെ നിങ്ങൾക്ക് കഴിഞ്ഞത്. ആ സ്വഭാവം നിങ്ങൾക്ക് തന്നതാരാണ്? ഞാനാണ്. ഒരു സ്വഭാവം കിട്ടുക, ഉത്തമമായ സ്വഭാവത്തിന്റെ മഹിതമായ മാതൃകയാകാൻ നബിക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് അല്ലാഹു. അപ്പൊ ജനങ്ങളോട് എല്ലാവരോടും ഒരേപോലെ ഫേസ് ചെയ്തതിന്റെ പരിണിത ഫലമായി കിട്ടിയതായ വലിയ മഹത്വം. അവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണവർജ വൈജാത്യങ്ങളൊന്നുമില്ല. ഖുർആനിലൊരു ഭാഗത്ത് അങ്ങനെ ഒരു സൂറത്ത് കാണാം. സൂറത്ത് അബസ. എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് കണ്ണുപൊട്ടനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ അവിടുത്തെ സന്നിധാനത്തിൽ ഉണ്ടായിരുന്ന വിവിഐപികളായ ഖുറൈശി പ്രമുഖന്മാർ, ആ ഖുറൈശി പ്രമുഖന്മാരെ പരിഗണിക്കാൻ വേണ്ടി അന്ധനായ ഒരു സ്വഹാബിയെ മൈൻഡ് ചെയ്യാതിരുന്നപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് താക്കീദിന്റെ സ്വരത്തിൽ ഖുർആൻ ഇറങ്ങിയത്. അബസ വതവല്ല അൻജാഅഹുൽ അഅമാ, അന്ധനായ ഒരാൾ വന്നപ്പോ നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു അല്ലേ നബിയേ? നിങ്ങൾക്ക് ഒരു പക്ഷേ ഇവരായിരിക്കാം, ഈ അന്ധനായ ആളായിരിക്കാം ആ വന്നിരിക്കുന്ന വിവിഐപികളെക്കാളും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ കറുത്തവൻ എന്ന വൈജാത്യമില്ല, വെളുത്തവനെന്നില്ല. വിഐപി ആണോ എന്ന പരിഗണന ഇസ്ലാമിൽ പാടില്ല എന്ന് പ്രവാചകനെ പഠിപ്പിക്കുന്നത് വഴി എല്ലാ മുഅ്മിനീങ്ങളായ ആളുകളും ആ സന്ദേശത്തെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളണം എന്ന വലിയ ഒരു തത്വജ്ഞാനമാണ് ഖുർആൻ ആ സൂറത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് ഖുർആനിന്റെ മാത്രം കാര്യമല്ല. ലോകത്ത് ഏതൊക്കെ വേദഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ടോ, ഏതൊക്കെ മതങ്ങൾ, ഏതൊക്കെ ഇസങ്ങൾ, ഏതൊക്കെ പ്രത്യയ ശാസ്ത്രങ്ങൾ ധർമ്മത്തെ കുറിച്ച് പറയുന്നുണ്ടോ, അവിടെയൊക്കെ ഇതാണ് കാണുന്നത്. കേവലം തീവ്രവാദത്തിനോ ഭീകരവാദത്തിനോ പരസ്പരം കലഹിക്കാനോ ഒരു മതവും പറയുന്നില്ല, ഒരു പ്രത്യയ ശാസ്ത്രവും പറയുന്നില്ല. നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? USS എബ്രഹാം ലിങ്കൻ ഇറാനിലും ഒമാനിലെ ഉൾക്കടലിൽ നങ്കൂരം ഇട്ടിട്ട് അവിടുന്ന് മാറുക. പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം,
ലോകാടിസ്ഥാനത്തിൽ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ഇരകളായി ഒരുപാട് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സ്നേഹമില്ലായ്മയാണ്, കാരുണ്യമില്ലായ്മയാണ്. മുകുന്ദമാല നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. തമിഴ്നാട്ടിൽ 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വൈഷ്ണവ സന്യാസിയായിരുന്ന പരമേശ്വര ഭക്തിയാർ എന്ന് പറയുന്ന മനുഷ്യനുണ്ടാക്കിയ മുകുന്ദമാല. അതിൽ 4 വരി ഇങ്ങനെ കാണാം: മൂഖം കരോതി വാചാലം പങ്കും ലിംകയദേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. മഹാവൈഷ്ണവ സന്യാസിയായിരുന്ന അദ്ദേഹം വിഷ്ണുവിനെ ദൈവമായി കണ്ട് അദ്ദേഹത്തെ വല്ലാതെ പ്രകീർത്തിച്ച്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ച് ബുസൂരി ഇമാം ഖസീദത്തു ബുർദ ഉണ്ടാക്കിയതുപോലെ അദ്ദേഹം പറയുന്നുണ്ട്: മൂഖം കരോതി വാചാലം, മുണ്ടാൻ കഴിയാത്ത ആളുകൾ പോലും സംസാരത്തിനുള്ള കഴിവ് കൊടുക്കുന്നവനാരാണ്? പങ്കും ലിംഗയതേ ഗിരിം, നടക്കാൻ സാധിക്കാത്ത മുടന്തന് ഗിരിം ശൃംഗങ്ങൾ മലകൾ താണ്ടാനുള്ള കഴിവ് കൊടുക്കുന്നതാരാണ്? യത്കൃപാദമഹം വന്ദേ പരമാനന്ദ മാധവം, പരമമായ ഏറ്റവും മുകളിലുള്ള ആ മാധവനെ ഈ സമയത്ത് വന്ദേ ഞാൻ നമിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാം നമുക്ക് ചെയ്തു തരുന്നത് ദൈവമാണ്. ആ തരുന്ന ദൈവത്തിന് അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഗുണം ചെയ്തിട്ട് അള്ളാഹുവിന്റെ അടുത്ത് പ്രീതി കാക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാവുക എന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു ഹദീസിൽ കാണാൻ ഞാൻ ചുരുക്കുകയാണ്. പ്രവാചകൻ പറയുന്നുണ്ട്: നിങ്ങൾ നാളെ പരലോകത്ത് വരുമ്പോ അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്: നിങ്ങൾ എന്തേ എനിക്ക് വെള്ളം തന്നില്ല? അടിമകൾ ചോദിക്കും: നിനക്ക് വെള്ളം തരാൻ നിനക്ക് ദാഹിച്ചിരുന്നോ റബ്ബേന്ന്? അപ്പൊ ജനങ്ങളോട് അള്ളാഹു പറയുന്ന മറുപടി: എന്റെ അടിമ ദാഹിച്ചിരുന്നുവല്ലോ എന്റെ ഭൂമിയിൽ, നിങ്ങൾ അവന് വെള്ളം കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് തന്ന പോലെയാകുമായിരുന്നു. പിന്നീട് അള്ളാഹു ചോദിക്കുന്നത്: നിങ്ങൾ എന്തേ അവന് ഭക്ഷണം കൊടുത്തില്ല? റമദാൻ മാസം വരാൻ പോവുകയാണ്, കിറ്റുകളൊക്കെ വിതരണം ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. നാട്ടിലുള്ള പാവപ്പെട്ട ആളുകളെ തെരഞ്ഞു പിടിച്ച് കിറ്റും അതുപോലെ തന്നെ റമദാനിലേക്കുള്ള ഭക്ഷണ സാധന സാമഗ്രികളൊക്കെ ഒരുക്കി കൊടുക്കേണ്ടവരാണ് നമ്മൾ. കൈവുള്ളവനില്ലാത്തവനിലേക്ക് എത്തിക്കണം. ആ മഹിതമായ പാരമ്പര്യത്തെ, പ്രവാചകന്റെ പാരമ്പര്യത്തെ നമ്മിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ നിങ്ങളത് എനിക്ക് തന്ന പോലെ ആകുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും സ്നേഹം. അവിടെ ജാതിയോ മതമോ മൃഗങ്ങളോ ആണോ എന്ന് പോലും നോട്ടമില്ല. ഇസ്ലാമിന്റെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതാണ്. സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യനെ, ഞാൻ ഈ സംഭവം കൂടി പറഞ്ഞു നിർത്തട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്: ഒരു മനുഷ്യൻ ദാഹിച്ച് അവശനായി മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോ കുടിക്കാൻ വെള്ളമില്ലാതെ അദ്ദേഹത്തിന്റെ നയനങ്ങൾ ആരെയോ പരതുന്നുണ്ട്, എവിടെയും വെള്ളം കിട്ടാതെ അദ്ദേഹത്തിന് അവസാനം അല്പം വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കുഴി കണ്ടു. ആ കുഴിയിലേക്ക് ഇറങ്ങി വെള്ളം കുടിച്ചു. കയറി നോക്കുമ്പോ പരവശനായ, ദാഹപരവശനായ ഒരു നായയെ കണ്ടു എന്ന് നമ്മളൊക്കെ ധാരാളം തവണ കേട്ടൊരു ഹദീസാണിത്. ആ നായയെ കണ്ടപ്പോ അയാൾ ചെയ്തത് അദ്ദേഹത്തിന്റെ ഹുഫ ഊരിയിട്ട് കിണറിലേക്ക് ഇറങ്ങിയിട്ട് കിണറ്റിൽ നിന്ന് ഹുഫയിൽ വെള്ളം നിറച്ച് വീണ്ടും അത് മുകളിലേക്ക് വന്ന് നായക്ക് കൊടുത്തു. നായ കുടിച്ച കാരണത്താൽ അയാൾ സ്വർഗത്തിൽ കടന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്: മൃഗങ്ങൾക്ക് വെള്ളം കൊടുത്താൽ സ്വർഗത്തിൽ കടക്കുമോ നബിയേന്ന്? അത് മുഗല്ലലായ നജസായ നായക്ക് വെള്ളം കൊടുത്തിട്ട്. നമ്മൾ ഇന്ന് പഠിപ്പിക്കപ്പെട്ടത് അതല്ലല്ലോ, സാമൂഹ്യ മാധ്യമത്തിലൂടെ കാണുന്നത് അതല്ലല്ലോ, ഫെമിനിച്ചി ഫാത്തിമയിലൂടെ കൊടുക്കുന്ന സന്ദേശം അതല്ലല്ലോ. നമ്മൾ പഠിക്കുന്നത് നായ നജസാണ് എന്നല്ലേ? അല്ല, നായയും ഒരു ജീവിയാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോലും ഖിത്മീർ എന്ന് പറയുന്ന അസ്ഹാബുൽ കഹ്ഫിന് കാവൽ നിന്ന നായയുണ്ട്. ആ നായക്ക് വെള്ളം കൊടുത്തതിന്റെ കാരണത്താൽ അയാൾ സ്വർഗത്തിൽ കടന്നു എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്തിന്റെ കൺസേൺ എന്താണ്? അങ്ങനെ ഉണ്ടാകുമോ നബിയെ? ജീവിയല്ലേ അത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താണെന്നറിയോ? ഒരു പച്ചയായ കരളുള്ള, കരളെന്ന് പറഞ്ഞാൽ ഏതൊരു ജീവിക്കും അനിവാര്യമായ ഒരു സാധനമാണ്. അതില്ലെങ്കിൽ ജീവിക്കാൻ കഴിയൂല. ഒരു കരളുള്ള ഏതൊരു ജീവിക്ക് നിങ്ങൾ വല്ലതും ചെറുതെങ്കിലും കൊടുത്താൽ നിങ്ങൾക്ക് അതിൽ പ്രതിഫലമുണ്ടെന്ന് കാരുണ്യത്തിന്റെ കേദാരമായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നമുക്കാകണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ന്യൂ എവർഗ്രീനിന്റെ പ്രവർത്തകന്മാർ അവരുടെ പേരിൽ തന്നെ ഒരു നിത്യഹരിത വസന്തം എന്ന അർത്ഥം ഉൾക്കൊള്ളുന്നത് കൊണ്ട് എന്നെന്നും ഇത് നിലനിൽക്കട്ടെ എന്ന് ആശിക്കുകയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മറ്റുള്ളവരുടെ ചിരിക്ക്
കാരണമാകാനുള്ള പ്രവർത്തനങ്ങൾ ഇദ്ഖാലുസ് സുറൂരി അലാ ഖൽബി മുഅ്മിനിൻ, ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് ചിരിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് ഇട്ടുകൊടുത്താൽ അതാണ് ഫർളായ ഇബാദത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച സന്ദേശം അതാണ്. അങ്ങനെ ഒരാൾക്ക് ഒരു ചിരിക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കുക, സന്തോഷിക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കുക, വലിയ ജിഹാദാണ് ഈ കാലഘട്ടത്തിൽ എന്നുള്ളത് സ്വയം ഉൾക്കൊള്ളാനും നമ്മുടെ സമൂഹത്തിൽ ഈ സന്ദേശം പകർത്താനും എല്ലാ ആളുകളോടും ഉത്കർഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ഇത് സംഘടിപ്പിച്ച ഇതിന്റെ പ്രവർത്തകന്മാർ അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അതിനോട് അതിന്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ സഹകരിക്കുന്ന സഹായിക്കുന്ന എല്ലാവിധ സാന്നിധ്യങ്ങളെ കൊണ്ട് അനുഗ്രഹിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ സവാബ് രണ്ട് ലോകത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.